ഹായ് ഫ്രണ്ട്സ്, മഴതോരു മുംബൈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശിവേട്ടനും ഗംഗേട്ടനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ പറയുകയാണ്, എനിക്ക് നല്ല അടി കൊടുത്തവളെ നിലക്ക് നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഇതിൻ്റെ പുറകേരി പിന്നെ നമ്മൾ തന്നെ പുലിവാല് പിടിക്കണമല്ലോ എന്ന് ഓർത്താൽ ഞാൻ ഒന്നും ഉണ്ടാതിരിക്കുന്നത് എന്നൊക്കെ കമലേനെ പറ്റി പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗംഗേട്ടൻ പറയും, മതി ശിവ നിർത്ത്, നമുക്കൊന്ന് വൈജിയായിട്ട് സംസാരിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ശിവേട്ടൻ പറയും, ഇപ്പോൾ വേണ്ട ഗംഗേട്ടാന്ന് നിൽക്കും പറയും. അപ്പോൾ എന്താ എന്താ ശിവ നിൽക്കും പറയും. ആ, ഗംഗേട്ടനും കണ്ടതല്ലേ, കമല ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവൾ അവിടെ പോയിട്ട് നല്ല രീതിയിൽ ഇരുത്തിയിൽ എണ്ണ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ജ്വരത്തിൽ നിൽക്കുമായിരിക്കും വൈജ. ആ നേരത്ത് നമ്മൾ എന്ത് ഉപദേശിച്ചു കൊടുത്താലും അവൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ പറയും, ശരിയാ, അത് നീ പറഞ്ഞാൽ ശരിയാ, പിന്നെ നമ്മളിനി സംസാരിക്കാത്തതുകൊണ്ടൊരു നമ്മളായിട്ടൊരു ഡിലേ വരുത്തിയിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട, നമുക്ക് ഇന്ന് തന്നെ സംസാരിക്കണം ഏതായാലും എന്ന് പറയും. അപ്പോൾ ശിവേട്ടൻ പറയും, ആ ഇന്ന് നമുക്ക് സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വൈജ അതിലേ പോകട്ടോ. അപ്പോൾ വേണമെന്ന് ഗംഗേട്ടൻ പറയും, വൈജേ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ വൈജ എന്താ എന്താ ഗംഗേട്ട നിൽക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, വൈജേ നീ അറിഞ്ഞായിരുന്നോ അലീന അവിടെ നിന്ന് പോയി എന്ന് പറയും. അപ്പോഴും ആ അറിഞ്ഞു. അപ്പോഴും കൃഷ്ണ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ പറയും, അതൊക്കെ വെറുതെ അല്ലേ, അവളിപ്പോൾ എത്ര തവണ പോയതാണ്, എന്നിട്ട് അവൾ ഒരു കൂസലും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഇത് അതേപോലെയല്ല, അവൾ എല്ലാവരോടും യാത്ര പറയുന്നത് നീ കണ്ടതല്ലേ, നിന്നോടും ഞങ്ങളോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവളോടൊന്ന് പോയെന്ന് പറയും. അപ്പോൾ വൈജ പറയും, എനിക്ക് അവളെ വിശ്വാസമില്ല എന്ന് പറയും. എന്നിട്ട് പറയും, ബാലചന്ദ്രൻ പോയിട്ടുണ്ടോ അവളുടെ കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, ആ ബാലചന്ദ്രൻ കൊണ്ടേയാക്കാൻ പോയി എന്നാണ് പറഞ്ഞിട്ടേ എന്ന് ചോദിക്കും പറയും. അപ്പോഴും ഓ, അപ്പോൾ ഞാനിനി എന്തായാലും പോകുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 ദിവസം കഴിഞ്ഞ് ഇനി വല്ല ഹോട്ടലിലോ റിസോർട്ടിലോ ഒക്കെ തങ്ങിയിട്ട് തിരിച്ചു വരുവാണെങ്കിലോ, അപ്പോൾ പിന്നെ ഞാൻ ആരായി എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഇല്ല, ഇനി അവൾ ഒരിക്കലും അങ്ങനെ വരില്ല, പിന്നെ നിനക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാണ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ ഇപ്പോൾ അവിടെ ഇല്ല, അപ്പോൾ നീ ചെല്ലുമ്പോൾ നിന്നെ തടയാൻ ആരുമില്ല, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ വന്നതിന് ശേഷമാണ് നീ പോകുന്നതെങ്കിൽ നിന്നെ അയാൾ തീർച്ചയായിട്ടും അവിടെ കയറ്റില്ല, ചിലപ്പോൾ തല്ലി അടിച്ചു വിട്ടെന്നിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ വൈജയ്ക്ക് തോന്നും കേട്ടോ, ആ ശരിയാലോ ഇവർ പറയണേ, പോയി കളയാം. അങ്ങനെ വൈജ റൂമിൽ ചെന്ന് വൈജയുടെ ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നല്ല സന്തോഷമുണ്ട് കേട്ടോ വൈജയ്ക്ക്, കാരണം ശല്യം ഒഴിഞ്ഞു പോയല്ലോ. അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വാതിലിൽ മെല്ലെ ആരോ മുട്ടുന്ന പോലെ തോന്നും. അപ്പോൾ നോക്കുമ്പോൾ അത് നമ്മുടെ കമലെടുത്തി കേട്ടോ. അപ്പോൾ കമലെടുത്തി വാ എന്ന് പറയും. അപ്പോൾ കമലയോട് എന്നിട്ട് ചോദിക്കും, അയ്യോ വൈജ നീ ബാഗൊക്കെ പാക്ക് ചെയ്യാണോ, പോവാണോ, എന്തിന് ഇത്ര ധൃതി, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വൈജയ്ക്ക് അറിയാമല്ലോ കമലയ്ക്ക് വൈജ വന്നത് ഇഷ്ടമായില്ലാണ്. അപ്പോൾ വൈജ പറയും, ഓ ഇനി എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നേ, ഞാൻ പോവാ കമലെടുത്തി എന്നൊക്കെ പറയും. അപ്പം കമല പിന്നെ പറയും, എന്നാൽ നാളെ രാവിലെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. പറയും, എൻ്റെ പൊന്ന് കമലേട്ടത്തിക്ക് ഞാനിവിടെ വന്നത് ഒട്ടും ഇഷ്ടമായില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ കമലേട്ടത്തി കുറേ ദിവസം എത്ര ദിവസം സുഖമില്ലാന്ന് പറഞ്ഞ് കിടന്നു ഞാൻ ഇവിടെ വന്നേ പിന്നെ എന്നൊക്കെ പറയും. പറയും, ഓ അത് നീ അങ്ങനെയാണോ വിചാരിച്ചേക്കണേ, അത് അങ്ങനെയാണ് നീ ഉള്ളിലേക്ക് എടുത്തേക്കണേ, അതുകൊണ്ടല്ല എനിക്ക് നീ ഇവിടെ വന്നത് തീരെ ഇഷ്ടമായില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ നീ അവളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു, നിൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ അവിടെ ഇട്ടിട്ട് നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതിനാണ് എനിക്ക് വിരോധം, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ലാതിരുന്നതെന്നൊക്കെ പറയും. അപ്പോൾ വൈജ പറയും, എനിക്ക് മനസ്സിലായി. അപ്പോൾ ആരൊക്കെ ഏതൊക്കെ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം കമലേട്ടത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ കമല പറയും, വൈജയെ ഇനി അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവളെ അടുപ്പിച്ചേക്കരുത്, അവളൊരു ഇത്തിക്കണ്ണിയാണ്, പോവില്ല എന്ന് പറയും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മക്കൾക്കും നിൻ്റെ ഭർത്താവിനും അവൾ പോണത് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴെങ്കിലും ചിരിച്ചുകൊണ്ട് വന്നാൽ അവർ വിളിച്ചകത്ത് കയറ്റുന്നത്. അപ്പോൾ വൈജ പറയും, ഇല്ല കമലെടുത്തി, ഇനി ഒരിക്കലും ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കില്ല, അവളെ കയറിയ അവിടെ മുടിയും എനിക്ക് അനുഭവം ഉള്ളതാണ് എന്ന് പറയും. അപ്പോൾ കമല പറയും, എന്നാൽ വൈകണ്ട, നീ വേഗം തന്നെ കുട്ടിയൊക്കെ പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് കമല അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ വൈജ പറയും, അങ്ങനെ കമലേനെ വിട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈജയന്തി പറയും, ഞാനെന്തായാലും എൻ്റെ കാര്യം സേഫാക്കി, പക്ഷേ ആരും ഇനി ഇങ്ങോട്ട് കെട്ടി കൊണ്ടുവരാണെന്ന് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയും. അപ്പോൾ കമല പറയും, അതെന്താ വൈജയെ, നീ എനിക്കിട്ടൊരു കൊട്ടു കൊട്ടിയതല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, അല്ല മനുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ കമല പറയും, ഇല്ല വൈജയ, അതിവിടെ നടക്കത്തില്ല, കാരണം ഞാൻ മനുവിനോടും ശിവേട്ടനോട് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉള്ളപ്പോൾ അവളെ ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറയും, അതുകൊണ്ട് അത് നടക്കില്ല വൈജയ, അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ടെന്ന് പറയും. അപ്പോൾ വൈജ പറയും, അങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ കമലേട്ടത്തേക്ക് കൊള്ളാം എന്ന് പറയും. അങ്ങനെ കമല പോവാൻ നിൽക്കുമ്പോൾ വൈജ ഒന്ന് കമലേനെ കളിപ്പിക്കാൻ വേണ്ടി പറയും, കമലേട്ടത്തി
കമലടുത്ത് പോവാണ്, എനിക്കൊരു ചായ വേണം എന്ന്. അപ്പോൾ കമലയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പം കമല ഒരു ചായയോ എന്ന് ചോദിക്കും. അപ്പോൾ ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ വൈജേ എന്ന് പറയും. അപ്പോൾ എന്താ ഗ്യാസ് ഇല്ലേ? അപ്പോൾ ഗ്യാസ് തീർന്നോന്നൊരു സംശയം. അപ്പോൾ ഗ്യാസ് തീർന്നില്ലെങ്കിൽ ഒരു ചായ എന്ന് പറയും. അങ്ങനെ കമല ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പോൾ വൈജയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കളിപ്പിച്ചേ. അപ്പോൾ വൈജ വേണമെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കൊന്ന് ബബിതേനെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ബബിതേനെ ഫോണിൽ വിളിക്കും. അപ്പോൾ ബബിത ഇങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ അതിന് മുമ്പ് ബബിതേച്ചി എന്തെടുക്കുകയെന്ന് അറിയാനൊക്കെ വന്ന് നോക്കുന്നുണ്ട്, എന്നിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബബിത ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ വൈജ കോൾ ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ബബിത എടുക്കില്ല, കട്ട് ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരൂട്ടത്. വേറെ രണ്ടാമതും വിളിക്കും. അപ്പോൾ ശല്യം എന്ന മട്ടിൽ ബബിത ഫോൺ എടുക്കും. അപ്പോൾ ചോദിക്കും, ഹലോ അമ്മേ എന്താണെന്ന് ചോദിക്കും. അപ്പോഴും എന്താടി നിനക്ക് ഞാൻ വിളിച്ച ഫോൺ എടുക്കാൻ നിൻ്റെ കൈ എന്താ ഒടിഞ്ഞിരിക്കുകയാണ് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അല്ല എനിക്കിപ്പോൾ ഒരു മൂഡില്ല. അതെന്താ എന്നോട് മൂഡില്ലാതിരിക്കാനായിട്ട് നിൻ്റെ നാക്കെന്താ കുഴഞ്ഞു പോയോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ മക്കളോടാണെങ്കിലും ഒരു മര്യാദ ഇല്ലാതെ കേട്ടോ വൈജ് സംസാരിക്കുന്നു. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ ബബിത പറയും, അമ്മ ഇങ്ങനത്തെ ഈ ദുഷ്ട വർത്താനം പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചത്? ഇത് പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കാനും നേരില്ല, പറയാനും നേരില്ല. അപ്പോൾ വൈജ പറയും, ഓ ഇപ്പം ഞാനായല്ലോ ദുഷ്ട വർത്താനം പറയുന്നത്, അവിടെ വന്ന് കയറി എൻ്റെ കുടുംബം നശിപ്പിച്ചോള് ഇപ്പോൾ ഓ സൽഗുണ പരിശുദ്ധ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ പറയും, ഞങ്ങളെ നല്ല രീതിയിൽ നിൽക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും തെറ്റ് കണ്ട അത് തെറ്റാന്ന് പറയണം എന്നാണ് ഞങ്ങളുടെ അലീന ചേച്ചി പഠിപ്പിച്ചേക്കണേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും ബബിത. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജ കുഞ്ഞും കൂടി അലീന എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു. അപ്പോൾ പറയും, അതെ പിന്നൊരു കാര്യം, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരുവാ, അവളുടെ ഒരു സാധനം പോലും അവിടെ കണ്ടുപോകരുത്, കണ്ടാ ഞാനത് കൂട്ടിയിട്ട് കത്തിക്കും എന്ന് പറയും. അപ്പോൾ ബബിത പറയും, അമ്മ വന്നിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറയും. അപ്പോൾ പറയും, അവൾ എങ്ങോട്ടാടി പോയെന്ന് ചോദിക്കും. അപ്പോൾ പറയും, കുളത്തൂർപ്പുഴ എന്നൊരു സ്ഥലത്തേക്കാണ് പറഞ്ഞതെന്ന് പറയും. അതൊക്കെ ഇപ്പം അമ്മ അറിഞ്ഞിട്ട് എന്തിനാ എന്ന് ചോദിക്കും. അപ്പോൾ വൈജ് പറയും, ഓ എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല, എവിടെയെങ്കിലും പോട്ടെ ശവം, പിന്നെ അവളിപ്പോൾ ഇവിടുത്തെ പോലെ വല്ലയിടത്തും ഉണ്ടാവോ സുഖമൊക്കെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾ പഠിച്ചോളും എന്ന് പറയും. അപ്പോൾ ബബിത പറയും, പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അമ്മ ഇവിടെ ഇല്ലാത്തപ്പോഴും ആ പാവത്തിന് നല്ല സുഖമായിരുന്നല്ലോ ഇവിടെ, അത് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, എന്നിട്ട് ബബിത പറയും, അലീന ചേച്ചി ഇപ്പോൾ നരകത്തിൽ കൊണ്ടുപോയിട്ടാലും അലീന ചേച്ചി ജീവിച്ച് വെക്കുള്ളൂ എന്ന് പറയാം. ഇത് വൈജയ്ക്ക് പിടിക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് പറയാം, അമ്മയ്ക്ക് നീ പറഞ്ഞു തീർന്നെങ്കിൽ വെച്ചോ, ഞാൻ വേണമെങ്കിൽ അമ്മ വന്നേക്ക് മുമ്പ് അമ്മയുടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കാം എന്ന് പറയും. അപ്പോൾ പറയും, നീ ഇപ്പോൾ വെച്ചോ, പക്ഷെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നിന്നെയൊക്കെ ഒന്ന് ശരിക്കും കാണുന്നുണ്ട് എന്നും പറഞ്ഞ് വൈജ ഫോൺ കട്ട് ചെയ്യാം. അപ്പോൾ വൈജയുടെ അടവുകളൊന്നും ഇപ്പോൾ മക്കളോടോ ഭർത്താവിനോടോ ഒന്നും ഏൽക്കുന്നില്ലല്ലോ. അങ്ങനെ വൈജ ഇങ്ങനെ പോകാൻ വേണ്ടി പാക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വൈജ യാത്ര പറയാൻ വേണ്ടി ചെല്ലും കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വൈജ പറയും, അമ്മേ എന്ന് പറയും. അപ്പോൾ അമ്മ എഴുന്നേക്കും. അപ്പോൾ എന്നെ ഒന്ന് എണീപ്പിച്ചിരുത്തിയേടി എന്ന് പറയും. അങ്ങനെ വൈജ അമ്മേനെ എണീപ്പിച്ചിരുത്തിയിട്ട് പറയും, നമുക്കിപ്പോൾ ക്ഷീണമല്ലോ എന്ന് പറയും. അപ്പോൾ വല്ലാത്ത വേദനയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കുന്നേ, എണീറ്റ് നടന്നൂല, അമ്മേനെ എണ്ണയും കുഴമ്പും മരുന്നൊക്കെ ഇട്ട് ഒരുവിധം ഭേദമായതല്ലേ, പിന്നെ അമ്മ തന്നെയല്ലേ ഇങ്ങനെ കിടന്ന് ഇതൊക്കെ വയ്യാതാക്കുന്നേ എന്ന് പറയും. ഓ ഞാൻ ഇനി എഴുന്നേറ്റ് നടന്ന ആളുകൾ പറയും, അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ, വല്ലയിടത്തും പോയി കിടന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ വൈജ പറയും, അതേ ആവശ്യമില്ലാത്തടത്ത് ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർത്താനം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്ന് പറയും. അപ്പോൾ പറയും, മുത്തശ്ശി പറയും, അതുകൊണ്ടാണ് ഞാൻ പോവാത്തെ എന്നൊക്കെ പറയും. കിടന്ന് പുറം ആകെ വേദനയാണ് എന്നൊക്കെ പറയും. വൈജ പറയും, പിന്നെ ഞാനിന്ന് പോവാന്ന് വെച്ചാൽ പറയും. അപ്പോൾ മുത്തശ്ശി പറയും, ഇത്ര പെട്ടെന്ന്? അപ്പോൾ അമ്മ അറിഞ്ഞില്ലേ, അലീന എന്ന് പറഞ്ഞ പിശാചുണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, പോയോ എന്ന് ചോദിക്കും. അപ്പോൾ പോയി, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോവാന്ന് വെച്ചാൽ എന്ന് പറയും. അപ്പോൾ വേഗം തന്നെ പറയും, വൈജയിന് അവളോട് ദേഷ്യമൊന്നും വേണ്ട എന്ന് മുത്തശ്ശി പറയുമ്പോഴും, അവളുണ്ടല്ലോ, അവള് എൻ്റെ കുടുംബം തകർത്തവളാണ്, അവൾ എവിടെ പോയാലും നശിച്ചു പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൈജയ്ക്ക് ആകട്ടെ. അപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യമുണ്ട്. മുത്തശ്ശി പറയും, വൈജയിനെങ്കിലും നീ ആ ദേഷ്യമൊക്കെ മറക്കുക, എന്നിട്ട് നീ കുടുംബത്തോട് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് പറയും. അപ്പോൾ വൈജ പറയും, അവളെ ആ പോണ പോക്കിൽ എനിക്കിട്ടൊരു കൂത്ത് തന്നിട്ടാണ് പോയത് എന്ന് പറയും. അപ്പോഴും അവൾ പറയുവാണ്, പതുക്കെ പറയും കേട്ടോ, അവൾ പറയുവാണ്, ഞാൻ 22 വർഷം മുമ്പ് ഒരു ജീവിതം ജീവിച്ചില്ലേ, അന്നൊരാളുടെ കൂടെ അതൊക്കെ അവൾക്ക് അറിയുന്ന മട്ടിൽ അവൾ സംസാരിച്ചത് എന്നോടെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, ആണോ? അപ്പോൾ ഇതാരായിരിക്കും അവളോട് പറഞ്ഞത്? അവളറിയാൻ വഴിയില്ല, കാരണം അവൾ ജനിച്ചിട്ട് കൂടി ഇല്ല എന്ന് വൈജി പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ വൈജിയെ ഞാൻ മിണ്ടിയിട്ടേ ഇല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അതറിയാവുന്നത് എൻ്റെ ആങ്ങളമാർക്കാണ്, അവർ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ എങ്ങനെ അറിയും എന്ന് ചോദിക്കും. അപ്പോൾ നീ അവൾ ആരോടെങ്കിലും
പറഞ്ഞിട്ടുണ്ടാവും. ബാലചന്ദ്രനോട് പറയാൻ സാധ്യതയില്ല, കാരണം അറിഞ്ഞായിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പോൾ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ആയി വന്ന് ഇപ്പോൾ പണ്ടേ എന്നെ ബന്ധം വിരിഞ്ഞേനെ എന്ന് പറയും. അപ്പം മുത്തശ്ശി പറയും, കണ്ടോ അവൾക്കിപ്പോൾ എല്ലാം അറിയാമെന്ന് നിനക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ട് നീ ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്, കാരണം അവൾ പോയാലും അവൾ ഫോൺ വിളിക്കും, അപ്പോൾ പലതും പറഞ്ഞു കൊടുക്കും, അപ്പം നിൻ്റെ നടപ്പ് ശരിയല്ലെങ്കിൽ അവരിതൊക്കെ പറയുമെന്ന് പറയും. അപ്പോൾ വൈദ്യ പറയും, എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് പോയല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറയും. മുത്തശ്ശി പറയും, എന്നിട്ട് പറയും, പിന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാകാൻ തുടങ്ങും അലീനേനെ, അവൾ പോണോടത്ത് ഗതി പിടിക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, മതി നിർത്ത്, നിൻ്റെ മനസ്സ് തന്നെയാണ് നിൻ്റെ ശത്രു, നിൻ്റെ സമാധാനം നശിപ്പിക്കുന്നത് നിൻ്റെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് വൈജി ഇങ്ങനെ ആകെ സംശയത്തിലും അതേപോലെ ഇങ്ങനെ സന്തോഷമൊക്കെ കൂടി മിക്സ് ചെയ്തൊരു വികാരത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ മുഹൂർത്തങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് മറക്കാതെ കാണണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.